കൊടൈക്കനാലിലോട്ടുള്ള എൻ്റെ യാത്രയിൽ വഴിയരികിൽ കണ്ടൊരു ദയനീയ കാഴ്ചയാണ്. ആദ്യം കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും പിന്നീട് അതിൻ്റെ ഉൾക്കാഴ്ചകൾ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ന് വേണം പറയാനായിട്ട്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്, അല്ലെങ്കിൽ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. റോഡ് നിയമങ്ങൾ നമ്മൾ ശരിക്കും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ബോർഡുകൾ, സൈൻസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നാം എത്രത്തോളം പെർഫെക്റ്റ് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ റോഡ് നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്നുള്ളത് ഈ കാണുന്നതാണ്. കണ്ടോ, നമ്മളവിടെ എത്തുന്നതിനും കുറച്ചധികം മുന്നേ നടന്നൊരു സംഭവമാണ്. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഏരിയയിൽ വെളുപ്പാങ്കാലത്ത് എപ്പോഴും സംഭവിച്ചൊരു ആക്സിഡൻ്റാണ്. ഒരു പക്ഷേ ഉറങ്ങിയതാണോ ഓവർ സ്പീഡാണോ എന്നും നമുക്കറിയത്തില്ല. വഴിയരികിൽ കണ്ടൊരു കാഴ്ചയാണ്. അധികം ആളുകളോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെ പോകുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായ റോഡുകൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പരമാവധി സ്പീഡ് കയറ്റി പോകാമെന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് എത്രത്തോളം വളവുകളുണ്ടെന്നോ ഇല്ലെങ്കിൽ ആ റോഡിൻ്റെ വിഡ്ത്ത് എവിടെയൊക്കെ കുറയുമെന്നോ ഒന്നും നമുക്ക് പിടിയില്ല. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനും ഇതേ സ്പീഡിന് വന്നാൽ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കും ഈ കാണുന്നത്. എന്നിരുന്നാലും ഞാൻ സന്തോഷമെന്ന് രണ്ടാമത് പറയാൻ കാരണം എന്ന് പറയുന്നത്, വണ്ടിക്ക് ചെറിയ ചെറിയ കേടുപാടുകൾ മാത്രമേ ഉള്ളൂ. അത് വണ്ടി ടാറ്റ ആയതുകൊണ്ട് മാത്രം. ഇതിന് പകരം നമ്മുടെ ഈ പറഞ്ഞ മാതിരി, ഞാനും ആൾറെഡി കുറ്റം പറയുന്നതല്ല, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. എങ്കിൽ കൂടിയും ഈ കിട്ടിയ ഒരു സേഫ്റ്റി ഒരു പക്ഷേ ഒരിക്കലും അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. കാര്യം തലകുത്തനെ നല്ല സ്പീഡിന് കമന്നടിച്ച് മറിഞ്ഞ വണ്ടിയാണ്. ഞാൻ ഇതിനകത്ത് കണ്ട ആകെ 2 കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, ഫ്രണ്ട് ബമ്പർ ഭാഗം ഇടിച്ച് ഇളകിയത് കൊണ്ടും അത് കുഴപ്പമില്ല. ഫ്രണ്ട് ഗ്ലാസ് അത് നോർമലി ചെറിയ ക്രാഷ് ഉണ്ടെങ്കിൽ തന്നെ പൊട്ടുന്നതാണ്. ഈ 2 കാരണങ്ങളല്ലാണ്ട് വണ്ടിയിൽ മറ്റൊരു ഫോൾട്ടും ബോഡി സംബന്ധമായിട്ടും ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ കാണുന്നത് പുറകിലിരുന്ന യാത്രക്കാരെ ഈ വിൻഡ് ഷീൽഡ് പൊളിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത്. വണ്ടി നല്ല പഴക്കം ചെന്ന വണ്ടിയാണ്. എങ്കിൽ കൂടിയും ഇവരുടെ വണ്ടികളിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരുപക്ഷെ മൈലേജ് എന്നതിനേക്കാൾ അതിൻ്റെ ഒരു ബിൽഡപ്പ് ക്വാളിറ്റിയാണ്. അതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടിട്ട് ഇന്ന് ഈ വണ്ടിയിൽ യാത്ര ചെയ്ത പാസഞ്ചേഴ്സിന് അവരുടെ ജീവൻ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും മലക്കം മറിഞ്ഞ് വന്ന വണ്ടി അടിച്ച് തിരിച്ച് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയോ അതല്ലെങ്കിൽ മരണത്തിലോട്ടോ അവർ വഴുതിപ്പോയേനെ. എന്തായാലും അപകടത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാരണങ്ങൾ ചോദിക്കാനായിട്ടൊന്നും അവിടെ ഒരു മനുഷ്യവാസം ഇല്ലാത്തൊരു ഏരിയയാണ്. ആകെ കുറച്ച് ഭൂമി, തരിശു ഭൂമി മാത്രമാണുള്ളത്. പിന്നെ റോഡിൻ്റെ വശത്തായതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു വാസ്തവം. എന്നിരുന്നാലും അവരൊക്കെ പറയുന്നത് ആർക്കും ആളപായമില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ എന്താ പറയുക, പരമാവധി നമ്മുടെ വാഹനം ഓടിക്കുന്നതും ഒക്കെയും രാത്രിയും ഇല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഉറക്കം ഒഴിച്ചിട്ടുള്ളതൊക്കെ യാത്രയൊക്കെ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി റോഡ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കുക. ഇതിൻ്റെ ആ ഒരു ബോർഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു അപകടം നടന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സീ യു സൂൺ.